അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് ഷാബാൻ 7. അതുപോലെ തന്നെ പരിശുദ്ധമായ ഹറമിൽ പ്രഭാതം നമസ്കാരം കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. സമയം 6:10 കേട്ടോ. അതുപോലെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. അതുപോലെ തന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് ഹാജിമാരൊക്കെ ഇങ്ങനെ സഫെന്നൊക്കെ എഴുന്നേറ്റ് അവരവരുടെ റൂമുകളിലേക്ക് പോകുന്നു. കുറേ ആൾ തവാഫിന് പോകുന്നു. അങ്ങനെയാണ്. അതായത് നമുക്ക് പരിശുദ്ധമായ കാബാലയം കാണാം. ഇന്ന് ജനുവരി 26. അള്ളാഹുവിൻ്റെ മഹനീയമായ കാബാലയം നമ്മളെപ്പോഴും കാണുന്നത് പോലെ തന്നെ കാണാം കേട്ടോ. ഇവിടെ മുസാഫൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കുറേ ആൾക്കാരിങ്ങനെ ദുആ ചെയ്യുന്നുണ്ട്. അതായത് നമുക്കൊരിടം പടച്ചവൻ തന്നു. ഏതായാലും മലിഫ് ശുക്ർ പറയുകയാണ് പടച്ചവനോട്. കാബാലയം കണ്ണിറയെ കാണാം. കുറേ ആൾക്ക് കുറേ പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ തീർത്തു കൊടുക്കട്ടെ. നമ്മളെ വീഡിയോസ് കാണുന്ന ഒരുപാട് കുടുംബങ്ങൾ പ്രത്യേകമായിട്ട് പല കാര്യങ്ങൾ അറിയിച്ച് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പടച്ചവൻ. എല്ലാവർക്കും അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുക്കട്ടെ. അവരുടെ മക്കൾ, കുടുംബാദികൾ, സുഹൃത്തുക്കൾ, നാട്ടിലുള്ളവർ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. പടച്ചവൻ അവരുടെയൊക്കെ പ്രയാസങ്ങളിലൊക്കെ അറിഞ്ഞ് റാഹത്ത് ചെയ്യുന്നുണ്ട്. അതുപോലെ വാർദ്ധക്യത്തിൽ കിടക്കുന്ന ഉമ്മമാർ, അസുഖങ്ങളിൽ കിടക്കുന്നവർ, കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ പടച്ചവൻ അവർക്കൊക്കെ കാമില ശിഫ നൽകട്ടെ. അതുപോലെ വാർദ്ധക്യത്തിൽ കിടക്കുന്ന ഉമ്മമാർ പോയിട്ട് അവരുടെയൊക്കെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കട്ടെ. അവരെ സംരക്ഷിക്കുന്ന മക്കൾക്കൊക്കെ അള്ളാഹു ദീർഘായുസ്സും ആരോഗ്യ ആഫിയത്തും കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെ ഞാൻ എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ പറയുന്നത്, അറബിയിൽ പറയുന്നത് മുസാഫിർ ഖുർആൻ വാങ്ങിയിട്ട് ഇവിടെ സദഖ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നല്ല റാഹത്തുള്ള പ്രഭാതം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. സമയം 6:10 ഇരുടാണ് കേട്ടോ മക്കയിൽ. അങ്ങനെ ഹാജിമാരൊക്കെ ഇങ്ങനെ പോവാണ്. ഓരോരോ വഴിയിൽ കൂടി ഇങ്ങനെ സഞ്ചരിച്ച് പോകണം. അജിയാദ് ഭാഗം, അതുപോലെ മിസ്വല ഭാഗം, ചെറുവൽ ഭാഗം, അങ്ങനെ ഓരോരോ ഭാഗങ്ങൾ. എന്നാലും അള്ളാഹു അനുഗ്രഹിക്കണം. എല്ലാവർക്കും റാഹത്തും സമാധാനം നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാബാലയം കണ്ണിറയെ കാണും കേട്ടോ.